എടാ നീ എന്ത് സീനാടാ. അങ്ങനെ നമുക്ക് ഒരു സബ്സ്ക്രൈബറിനെ കൂടെ കിട്ടിയിരിക്കുന്നു ഗൈസ്. ചാനൽ 66 ഒരു സബ്സ്ക്രൈബറിനെ കൂടെ കിട്ടിയിരിക്കുന്നു. വളരെ പെട്ടെന്നായിരുന്നു. സോമം വിളിച്ചു, ജനശതാബ്ദി ബുക്ക് ചെയ്തു, ട്രെയിൻ കയറി നേരെ കോഴിക്കോട് വന്നു. ഇപ്പോൾ ഒരു ജാഥയായിട്ട് നമ്മളൊരു പുഴയിലോട്ട് പോവാണ്. പുഴയല്ല, പുഴ. അങ്ങനെ നമ്മൾ നടന്ന് പുഴയിലോട്ട് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഈ കാണുന്ന 2 ചെറുതില്ലേ, അത് സോമൻ്റെ ചേച്ചിയുടെ ഇരട്ട കുട്ടികളാണ്. അൺഐഡൻറ്റിക്കൽ ട്വിൻസാണ്. അത് അവരുടെ ഫ്രണ്ടാണ്. ആ ഫ്രണ്ടിൻ്റെ കൂടെ തോളത്ത് കൈയിട്ടിരിക്കുന്ന വേറൊരു ചെറുതില്ലേ, അതാണ് സഞ്ജന. സോമൻ അവിടെ നിർത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സോമൻ 2-3 കൂട്ടുകാരുണ്ട്. സോമൻ ഷൈ ആയിരിക്കും കേട്ടോ, ഇതായത് സോമനോട് വീഡിയോ എടുക്കുമെന്ന് പറയുമ്പോൾ. സോമൻ ഓൾസോ നോണസ് നിഖിലേസി, AK നിഖിലേസി. എടാ ഇത് ഇരവഴിഞ്ഞിപ്പുഴയുടെ ശാഖയാണല്ലേ, ചെറുപുഴ. അപ്പൊ ഇത് പണിഞ്ഞോണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് എവിടുന്ന് എവിടെ? വെല്ലത്തായി പുഴ അല്ലേ. ഫ്ലഡ് വരുന്ന സമയത്ത് ഈ പുഴയാണ് സോമന്റെ അവിടുത്തെ വീട്ടിലോട്ട് വെള്ളം എത്തിക്കുന്നത്. ഇത് ഫുള്ളായിട്ട് ഇരിക്കുമ്പോൾ ഈ വെള്ളത്തിലോട്ട് ചാടുന്ന ഒരു വ്യക്തി. ഇതിന്റെ പേര് ചാനൽ 66. ഞാൻ ഫോൺ എടുത്തിട്ടില്ല, സഞ്ജുവിന്റെ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്. എടാ ഇത് കൊള്ളാം കേട്ടോ. ഈ ഒരു മുളയുടെ ഇടയ്ക്ക്, ഈ ഒരു പുഴയുടെ ഇടയ്ക്ക് ഇങ്ങനൊരു പാലം വളച്ചു കൊടുത്തേക്കുന്ന അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു വ്യൂ ആണ് കേട്ടോ, സൂപ്പർ. അങ്ങനെ നമുക്ക് ഒരു സബ്സ്ക്രൈബറിനെ കൂടെ കിട്ടിയിരിക്കുന്നു ഗൈസ്. ചാനൽ 66 ഒരു സബ്സ്ക്രൈബറിനെ കൂടെ കിട്ടിയിരിക്കുന്നു. ഇത് ഏതാ? ഇത് പത്തനംതിട്ടയിലുള്ളൊരു സ്ഥലം, അരുവിക്കുഴി എന്ന് പറയും. ഒന്ന് കിടന്നുറങ്ങി എണ്ണീച്ച് ഉള്ള സീനുകളാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ ചുമ്മാ ഒന്ന് പുറത്തോട്ട് നടക്കാൻ ഇറങ്ങിയപ്പോഴത്തേക്കാണ് അവിടുത്തെ കുരുപ്പുകളെ കണ്ടത്. ഇവിടെ ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളെ കൂടെ കൊണ്ടുവന്ന് പാലം കാണാൻ വന്നതാണ്. പാലം കാണാൻ വന്നപ്പോൾ നമുക്ക് ഹിഡനായിട്ട് അവിടെയും കൂടെ ഒരു സ്ഥലം കിട്ടി. ശരിക്കും പറഞ്ഞാൽ സോമൻ എന്നുള്ളത് അവൻ്റെ വിളിപ്പേരല്ല, അവനുമായിട്ട് ബന്ധത്തിലുള്ള ഒരാരുടെയും പേരല്ല സോമൻ എന്ന്. അതൊക്കെ ഒരു വലിയ കഥയാണ് ഗൈസ്. അവിടെ നമ്മൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ കാണുന്ന ഹിഡനായിട്ടുള്ളൊരു സ്പോട്ടാണ്. അത് ഹിഡനാണ്. ഞാൻ വിചാരിച്ചു ഈ പമ്പ് ഹൗസ് ആയിരിക്കുന്നു, പക്ഷേ അതല്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഹിഡൻ പ്ലേസ് ആണ് കേട്ടോ ഇത്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. 3 സ്ഥലം. ഗൈസ് ഹായ് പറയൂ. ഹായ്. വലിച്ചു കയറ്റി സോമ. എടാ നീ എന്ത് സീനാടാ. അവരവിടെ വല വീശാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. സോമൻ പറഞ്ഞേക്കുന്നത് പറഞ്ഞാൽ 100% ഉറപ്പ് വിരിയില്ല. നല്ല കോൺഫിഡൻസ് ആണ് സോമൻ്റെ കൂട്ടുകാരിൽ. ചെല്ല് സൂക്ഷിച്ചു പോവാട്ടാ. അതെ നമ്മളിനിയും വല എറിയാൻ പോവാണ് ഗൈസ്. മോൻ എന്തു പറയുന്നു? വല വിരിയോ? ഇല്ലെന്ന്. നിങ്ങളിത് കാണുക. അമച്ചർ വീശർ. ഇതാണോ പ്രോ? ഓക്കെ. അപ്പോൾ ഇതിൻ്റെ അടിയിലുള്ള ചെറിയ ചെറിയ വെയിറ്റ്സുകളുണ്ട്, അതിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ വെയിറ്റ് പറയുക. അപ്പം ഇത് 5 കിലോയുടെ അല്ലേ? ഓ അത് വിരിഞ്ഞു കേട്ടോ, അത് കൊള്ളാം. സാധനം കിട്ടി. വെള്ളത്തിലേ പോണോ? ഞാനല്ലേ. അബൌട്ട് ദ പ്ലേസ്, ഇറ്റ്സ് ഓൾവേസ് അബൌട്ട് ദ പീപ്പിൾ എന്ന് പറയില്ലേ. നമുക്ക് സന്തോഷം കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാരൊന്ന് ഓണായാൽ മതി. അപ്പം ഇവിടെ വന്നു, ജസ്റ്റ് ചെറിയൊരു സ്ഥലം കാണിക്കാന്ന് പറഞ്ഞ പിള്ളേർ കൊണ്ടുവന്നു, ചെറിയൊരു ആക്ടിവിറ്റി വന്നു, വല വീശാൻ വേണ്ടിയിട്ട് ആൾ വന്നു, ചെറിയൊരു മീനെ കിട്ടി. അപ്പം വി ആർ എൻജോയിങ് അവർ ടൈം. നേരത്തെ ഊരിയിട്ട പാൻറ് കേപ്പായിട്ടിട്ടേക്കുന്നത്. സോമ മുമ്പിൽ മാറ. കമോൺ ആഞ്ഞു വലിക്ക്. അങ്ങനെ വലിക്ക്. ഉണ്ട്, അടുത്തുണ്ട്. ഉണ്ട്. ഇതേ ഇതും അത് തന്നെയല്ലേ? എന്താ സോമ?
നമുക്ക് തോട്ടിന്ന് ആറ്റിന്ന് കിട്ടിയൊരു കല്ലായത്. ഇത് ഫുൾ പീസ് ആയിരുന്നല്ലേ? അല്ലല്ല, ഇത് സെപ്പറേറ്റ്. കൈ പിടിച്ചോണ്ട് വന്ന സമയത്ത് ഞാൻ വിചാരിച്ചു എന്തോ ഒരു കായാണെന്ന്. പക്ഷെ ഇത് കല്ലാണ് ഗൈസ്. ഇത് നോക്കുന്ന കണ്ടില്ലേ, അടിപൊളി. ഇതിനകത്ത് വേണേൽ ഗ്രൈൻഡ് ചെയ്ത് പുള്ളിക്കാരൻ കല്ലിന്റെ ആർട്ടിസ്റ്റ് ആണെന്ന് തോന്നുന്നു. ഇതാണ് പോയാ അല്ലല്ല, ഇത് നിങ്ങൾ ഇത് വെച്ചൊന്നും കമ്പയർ ചെയ്യണ്ട. ഇത് ഭയങ്കര അഗ്രസീവ് ആവും. സോമന്റെ വീടൊക്കെ മുങ്ങിയതാ. ഞാൻ വീശാൻ പോവാണ് ഗൈസ്, വിരിഞ്ഞ് വീശാൻ. വീഡിയോയില്ലോന്ന് നമുക്ക് കണ്ടറിയാം. അന്നേരം കട്ട് ചെയ്യണം. മീനല്ലേ? ഒന്നുമില്ല ഗായ്സ്. ഐ കൺസിഡർ ദിസ് ആസ് എ കംപ്ലീറ്റ് സക്സസ് ഗൈസ്. മീനൊന്നും കിട്ടിയില്ലല്ലോ, ഞാൻ ആദ്യമായിട്ട് വല വീശിയത് എറിഞ്ഞ്. അങ്ങനെ നമ്മളുടെ വല വീശൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ച് സോമന്റെ വീട്ടിലോട്ട് പോവാണ് ഗൈസ്. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ചുമ്മാ ഒന്ന് തോട് കാണാൻ പോവാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും നമ്മൾ പുഴയുടെ അവിടെ വന്നു. എന്തോടാ, വാരാപ്പുഴയല്ലേ? എന്തോടാ, ചെറുപുഴ. ചെറുപുഴയിൽ വന്നിട്ട് നമ്മൾ വല വീശി 2 മീനെയും പിടിച്ചു, 2 കല്ലും കിട്ടി. നമ്മൾ തിരിച്ച് സോമന്റെ വീട്ടിലോട്ട് പോവാണ്. ഹിഡൻ പ്ലേസിലേക്കുള്ള ഗൈഡ് ഇയാളായിരുന്നു. പേരെങ്ങനെയാടാ? ആദർശ്. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഏത് സ്കൂളിലാണ്? ആനയാംകുന്ന് സ്കൂളില് ആദർശ് 6ാം ക്ലാസ്സിൽ. നമ്മുടെ ലോക്കൽ ഗൈഡായിരുന്നു. ഉച്ചയ്ക്ക് നല്ല മത്തി വറക്കുന്ന മണമുണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ സോമന്റെ വീട്ടിലോട്ട് പോകുന്ന വഴി. ഈ കാണുന്ന മൊത്തം സോമന്റെ കൃഷിയാണ്. സോമൻ ഈസ് വൺ ഓഫ് ദ മെയിൻ ഡീലേഴ്സ് ഇൻ കേരള ഹു സെൽസ് വാഴ പ്രൊഡക്ട്സ് ഗൈസ്. അതെ, മൊത്തമായും ചില്ലറയായും കേരളത്തിലെ വാഴയുടെ വിപണികൾ മൊത്തം കൈയടക്കി വെച്ചിരിക്കുന്നത് സോമനാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു പുഴയില്ലേ, ചെറുപുഴ, അതായത് ഇരവിഴിഞ്ഞിപ്പുഴയുടെ കൈവഴി എന്നല്ലേ സോമൻ പറഞ്ഞത്? അവനാ പറഞ്ഞു കേട്ടോ, എനിക്ക് കൃത്യമായിട്ടൊന്നും അറിയത്തില്ല, ഫാക്ട് ചെക്ക് ചെയ്യുക. അപ്പോൾ ആ ഇത് കഴിഞ്ഞ ഫ്ലഡിൽ ഇവിടെ വരെ വന്നിട്ടുണ്ട് ഓൾമോസ്റ്റ്. ഇത് സോമൻ്റെ പഴയ വീടാണ് കേട്ടോ. എന്നിട്ട് ഇവിടുന്ന് അവന് പുതിയ വീട്ടിലോട്ട് താമസം മാറിയിട്ടുണ്ട്. അപ്പോൾ അതായിരുന്നു സോമൻ്റെ വീടും പരിസരവും, വാഴത്തോപ്പും, മീൻപിടുത്തവും, കുട്ടികളായിട്ടുള്ള കറക്കവും എല്ലാം. അപ്പോൾ ഇനിയാണ് കാഴ്ചകൾ, കക്കാടംപൊയിലെ കാഴ്ചകളുള്ളത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുക. ദിസ് ഇസ് മീ ആൻഡ് സൈനിങ് ഓഫ് ഫ്രം ചാനൽ 66. See you until next time. Bye bye.